കയറി ചെന്ന് ആ സമൂഹത്തെ, ആ ഗോത്രത്തെ, ആ നാടിനെ മുഴുവനും കൊള്ളയടിച്ച് അവരിലുള്ള പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കി രോമവളർച്ച എത്തിയോ ഇല്ലയോ എന്ന് തുണി പൊക്കി നോക്കി കൊല്ലാനും ജീവിക്കാനും അനുവദിച്ച ഈ പ്രവാചകൻ നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ തിരുദൂതനായിരിക്കാം. ഞങ്ങൾക്ക് ഇയാൾ ദുഷ്ടതയുടെ പ്രതിരൂപമെന്ന് മാത്രമല്ല, മാനവരിൽ മഹാമ്ലേച്ഛനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു പിതാവിനോട്, ഹാരിസിനോട്. സന്തോഷത്തിന്റെ ആധിരേകത്താൽ അണമുറിയാത്ത സന്തോഷം കൊണ്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകളെ വിവാഹം കഴിക്കാമോ എന്ന് അന്വേഷിച്ചു. അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. പിതാവ് സർവ്വസമ്മതത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യമാർ മറ്റുള്ളവർ നിലനിൽക്കെ തന്നെ വിവാഹം ചെയ്തു കൊടുത്തു. ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. 6 വർഷമാണ് അവരുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോയത്. ഖൈബർ യുദ്ധം, ആ ഖൈബർ യുദ്ധത്തിൽ യുദ്ധ തടവുകാരിൽ ഖൈബർ യുദ്ധത്തെ കുറിച്ചിട്ടൊക്കെ നമ്മളെ കൊണ്ട് ഇവര് പറയിപ്പിക്കുവാണ്. ഖൈബറില് വളരെ സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ഒരു ഗോത്ര സമൂഹം. സഫിയയുടെ കഥ പല തവണകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കണ്ണീരോടുകൂടിയല്ലാതെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഖദീജയുടെ പിതാവ് ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു. സഫിയയുടെ ഭർത്താവ് കിനാന മറ്റൊരു ഗോത്രത്തിന്റെ ഖജാൻജിയായിരുന്നു, ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അപ്പോൾ നബിയുടെ ലക്ഷ്യം സമ്പത്തായിരുന്നു. ഖൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക്, ഗോത്രത്തിലേക്ക് ഇരച്ചു കയറുന്നു നബിയും കിങ്കരന്മാരും. പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കി, സ്ത്രീകളെയൊക്കെ പിടിച്ചു ബന്ധികളാക്കി കൊണ്ടുവന്നു. അതിലതീവ സുന്ദരിയായ സഫിയയെ കണ്ട മാത്രയിൽ നബി തന്റെ തലയിൽ ഉണ്ടായിരുന്ന തലപ്പാവഴിച്ച് സഫിയയുടെ തലവഴിയെ ഇട്ടു. അതായത് സഫിയയുടെ സൗന്ദര്യം ഇനി ആരും കാണണ്ട, അതെനിക്ക് സ്വന്തം. ഭർത്താവിനെ കൊന്നവൻ, പിതാവിനെ കൊന്നവൻ, ഭർത്താവിനെ വെറുതെയല്ല കൊന്നത്, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നബി ഒരിടത്തിരിക്കുക. നബിയുടെ കിങ്കരന്മാരെ ഈ സഫിയയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തോഴിയുണ്ട്, അവരെയും കൂടി നടത്തിക്കൊണ്ടുവരുവാണ്. വഴി മൊത്തവും രക്തം ഒലിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോ സംഭവം? ഈ സഫിയയുടെ ഭർത്താവായ കിനാനയെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുവാണ്. ശരീരം മുഴുവനും വരഞ്ഞ് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വന്തം ഭർത്താവിന്റെ ചോരയിൽ ചവിട്ടി ഇദ്ദേഹത്തിന്റെ മണവാട്ടിയാകാൻ വേണ്ടി നബിയുടെ കിങ്കരന്മാർ ആ രക്തത്തിലൂടെ കൊണ്ടുവരുവാണ് ഈ സ്ത്രീയെ. നബി അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതുവഴി തന്നെ കൊണ്ടുവന്നത് എന്ന്. എങ്ങാനും സഫിയയൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഭർത്താവിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്തിനാ കൊണ്ടുവരുന്നത്? നബി സ്വയം വരിച്ചു കഴിഞ്ഞു അവരെ. ഭർത്താവ് മരിച്ചിട്ട് ഇദ്ധയിരിക്കാൻ പോലും വിടാതെ പിതാവിനെ കൺമുന്നിലിട്ട് കഷ്ണമാക്കുന്നത് കണ്ട് വിറച്ചു നിന്ന ആ സ്ത്രീയെ അന്ന് തന്നെ ആ ടെന്റിനകത്ത് വെച്ചിട്ട് പ്രവാചകൻ ആദ്യ രാത്രി ആഘോഷിച്ചു. അതിനാദ്യ രാത്രി എന്ന് നിങ്ങൾ പറയും, നമ്മൾ പറയില്ല. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാകുന്നു ആ പെണ്ണൊരുത്തി അനുഭവിച്ച വേദന എന്തായിരിക്കുമെന്ന്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിതൊക്കെ കാരുണ്യത്തിന്റെ പ്രവൃത്തിയായിരിക്കും. പക്ഷേ ഞങ്ങൾക്കുണ്ടല്ലോ, മനുഷ്യനായിട്ടുള്ള ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല ഇത്. ഈ ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ധികളാക്കി കൊണ്ടുപോയ ആളുകളില് വല്ലാത്ത വേദനയോടുകൂടിയല്ലാതെ അത് പറയാൻ കഴിയില്ല. ചെരുപ്പൊന്നും ഇല്ലാതെ ഈ ബന്ധികളായിട്ടുള്ള ആളുകളെ നടത്തിക്കുവാണ്. 4 ദിവസം വെള്ളമൊന്നും കൊടുക്കാതെ നടത്തി. 4ാമത്തെ ദിവസം ഇവരൊരു സ്ഥലത്തെത്തി. ഇവര് വിശന്ന് വലഞ്ഞ്, അതിനകത്ത് കുറച്ച് ആളുകളൊക്കെ നടന്ന് വിശന്നും വീണും തളർന്നും ഒക്കെ മരിച്ചു. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം അതിജീവിച്ചു. ഇവർക്ക് നെയ്ച്ചോറും ഇറച്ചിക്കറിയും കൊടുത്തു. 4 ദിവസം പട്ടിണി കിടന്നതാണല്ലോ. ഇവരാർത്തിയോടെ അത് കഴിച്ചു. കുറച്ചാളുകൾ ഛർദിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞപ്പോ ഒരു ഹമാസ് ഭീകരൻ ഈ ബന്ദികളായ ആളുകളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കൊണ്ടുപോയി അവർക്ക് കാണിച്ചു കൊടുക്കുക. ഈ കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ചതാണ് നിങ്ങളിപ്പോ കഴിച്ചിരിക്കുന്നത്. ഇവരുടെ ദുഷ്ടതകളുണ്ടല്ലോ, എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. ഒരു മനുഷ്യനും സഹിക്കാൻ സാധിക്കുന്ന ക്രൂരതകളല്ല ഇവർ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളതൊക്കെ. എന്നിട്ട് ആ ഹമാസിനെ പോരാളികൾ എന്ന് പറയാൻ, ഈ കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്ന് പറയുന്ന ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛനായിട്ടുള്ള, വൃത്തികെട്ടവനായിട്ടുള്ള, ക്രൂരതയുടെ പ്രതിരൂപമായിട്ടുള്ള, പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും വിടാത്ത ഒരു സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അത്രയ്ക്ക് ക്രൂരനാണ്. പെണ്ണ്, പണം, മുതല്, അധികാരം, പേര്, പ്രശസ്തി, ഇതൊക്കെ മാത്രമായിരുന്നു ആ പ്രവാചകന്റെയും ഈ കാലം വരെയുള്ള പ്രവാചകന്റെ അനുയായികളുടെയും ലക്ഷ്യം. ആ ഹമാസ് നബിയുടെ അത്ര തന്നെ ക്രൂരത ഏറിയ തോതിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരുമാണ്. അതല്ലെങ്കിൽ ആ സഫിയ എന്ന് പറയുന്ന ഖൈബർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഖൈബർ എന്ന് പറയുന്ന നാട്, ഗോത്രം, അവരിൽപ്പെട്ട ആ സ്ത്രീയോട് ഇത്രയധികം ക്രൂരത ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയുമായിരുന്നില്ല. ഇമാം അത്തൊബരി അതിൻ്റെയൊക്കെ നേർചിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 8ാം വാള്യത്തിൽ മൊത്തം ഏതാണ്ട് ഇത് തന്നെയാണ്. സഫിയയുടെ വിഷയം വെറുതെ ഞാനൊന്നും ഇസ്ലാം ഉപേക്ഷിച്ചതല്ല. ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വെറുതെ അല്ല, ഏതെങ്കിലും ഒരു ആശയത്തോടോ ഏതെങ്കിലും ഒരു മത നിയമത്തോടോ ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ലോകത്തിന് ബാധിച്ച ക്യാൻസറാണ് ഇസ്ലാം എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ ആർക്ക് സാധിക്കും? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ യസീദികൾ എന്നൊന്ന് അടിച്ചു നോക്കൂ. ആ യസീദികളോട് ഐസിസുകാര് ചെയ്യുന്ന ക്രൂരതകളും പീഡനങ്ങളും അറിയണമെങ്കിൽ നിങ്ങളതൊന്ന് മനസ്സിലാക്ക്. കണ്ണടയ്ക്കാൻ പറ്റില്ല, മനസമാധാനം കിട്ടില്ല. ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കും, ശരിക്കും നമ്മൾ പഠിക്കും. ഇതാണോടോ നിന്റെയൊക്കെ സമാധാന മതം എന്ന് ചോദിക്കും. ഒരു പെണ്ണ് പറയുന്നുണ്ട്, ഒരു 18 വയസ്സുകാരിയാണ്, എന്റെ പിതാവിനെയും എന്റെ മാതാവിനെയും ഒക്കെ എന്റെ കൺമുന്നിലിട്ടിട്ടാണ് ഈ ഐസിസ് ഭീകരരെ തലയെടുത്തത്, കഷ്ണമാക്കി കളഞ്ഞു. എന്നിട്ട് എന്നെയും എന്റെ 8 വയസ്സുള്ള അനിയത്തിയെയും പിടിച്ചുകൊണ്ടുവന്നു. ഒരു 90-കാരൻ പോലും 8 വയസ്സുള്ള എന്റെ അനിയത്തിയുടെ മുകളിൽ നിന്നും ഇറങ്ങുന്നില്ല. അത് കണ്ടുകൊണ്ട് നിന്നു ഞാൻ. ഒടുവിൽ അനിയത്തിയെ കൊന്നു. അവര് ഈ പെണ്ണൊരുത്തി മാത്രം രക്ഷപ്പെട്ട് ജർമ്മനിയിലെത്തി. എന്നിട്ട് ജർമ്മനിയിലെത്തി ഹോസ്റ്റേജസിന്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടി, അവിടെ നിന്നു. എന്നിട്ട് മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? എന്നെ ബലാത്കാരം ചെയ്ത 90-കാരനെ എനിക്കൊന്ന് കാണണം. ജർമ്മനിയിലെ ജയിലിലാണ്. അയാളോട് എനിക്ക് ചോദിക്കണം, നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമായിരുന്നോ എന്ന് എനിക്ക് ചോദിക്കണം. അങ്ങനെ ജയിലിൽ പോയി പെണ്ണുമായിട്ട് ജർമ്മനിക്കാര്, ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്, വക്കീലന്മാരുണ്ട്, അവരുമൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ പെണ്ണ് ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്ത് എന്റെയും എന്റെ അനിയത്തിയുടെയും ജീവിതം തകർത്തപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം? അയാൾ തല കുലിച്ചു നിന്നത്രേ, ഒന്നും പറഞ്ഞില്ല. ആ ഇന്റർവ്യൂ മുഴുവനും ഇന്ന് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അതാ ഇസ്ലാം